കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ. കോടതി അനുമതി കിട്ടിയ ശേഷം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യും. ലോൺ ആപ്പിന്റെ ഇടപെടലുകളും പരിശോധിക്കുന്നുണ്ടെന്നും എസ് പി കണ്ണൂരിൽ അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, യഥാർത്ഥത്തിൽ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം മൂലമാണ്, സർക്കാരിന്റെ ഒരു പിടിപ്പുകേട് മൂലമാണ് ഈ റാം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ അടക്കം കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്? നിലിമ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ നിതിൻ രാജിന്റെ കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് ഈ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നൊരു കാര്യം അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പിടിയിലായിട്ട് കൂടി പോലീസിന്റെ ഒരു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് കോടതിയിൽ വെച്ച് തന്നെ പുറത്തിറങ്ങുന്ന ഒരു ഈ റാം എന്ന് പറയുന്ന കേസിലെ പ്രധാന പ്രതി പുറത്തിറങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. വലിയ വിമർശനങ്ങൾ അക്കാര്യത്തിലൊക്കെ തന്നെ നടക്കുന്നതിനിടെയാണ് പുതിയ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിലെത്തി ചുമതലയേറ്റത്. മാത്രമല്ല, അവർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളായി ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു. മാത്രമല്ല, ചില കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് എസ് പി ആയ MP മോഹനചന്ദ്രൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ എടുത്ത മൊഴികളിൽ തന്നെ എന്തെങ്കിലും വൈരുദ്ധ്യമോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറ്റാളുകളുടെ മൊഴികൾ വീണ്ടും എടുക്കുന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കോടതി അനുമതി കിട്ടിയ ശേഷം റാമിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങും. അതിനുള്ള അപേക്ഷ നാളെ തന്നെ തലശ്ശേരി കോടതിയിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ലോൺ ആപ്പിന്റെ ഇടപെടലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഈ ലോൺ ആപ്പിന്റെ കാര്യം വളരെ വലിയ തോതിൽ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുട്ടി വായിച്ചിരുന്നു. ആ സംഭവം അടക്കം കൃത്യമായി അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് SP പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ പല അന്വേഷണ സംഘങ്ങൾ നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ചിട്ടുണ്ട്. കുടുംബത്തിന് തൃപ്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം വരുന്നത്. മാത്രമല്ല, അതിന് പല കാരണങ്ങളും. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SPയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടതിന് ശേഷം വാർത്തയിലേക്ക് മടങ്ങിയെത്താം. നെക്സ്റ്റ് റീഅറസ്റ്റുള്ള റിക്വസ്റ്റ് കോടതിയിലുണ്ട്. അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇല്ല, ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന കൂടിയാണ് ഒരു റീഅറസ്റ്റിന് കൊടുത്തത്. തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇത് കഴിഞ്ഞാൽ ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. മിഥുൻ, അതിവേഗം റാമിന്റെ റീ അറസ്റ്റിനുള്ള നടപടികളാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് നീക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ തന്നെ റീ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. കോടതി അനുമതി കിട്ടിയാൽ ഉടൻ അറസ്റ്റ് എന്നാണ് ക്രൈംബ്രാഞ്ച് SP അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കുടുംബത്തിന്റെ മൊഴിയെടുക്കൽ എപ്പോഴാണ്, അതിന്റെ ഒരു സമയക്രമം ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? നിലവിലത് തിരുവനന്തപുരം, നമുക്കറിയാം നിതിൻ രാജിന്റെ കുടുംബം തിരുവനന്തപുരത്താണുള്ളത്. അവിടെ പോയി വേണം ഈ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ. നിലവിൽ കഴിഞ്ഞ തവണ ക്രൈംബ്രാഞ്ചിനുണ്ടായ പിഴവ് നികത്തുക എന്നുള്ളതാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാന വഴി. അതിൽ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായി ഈ പ്രതിയെ ബോധ്യപ്പെടുത്തുക എന്നൊരു ചട്ടമുണ്ട്. അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം നിർദ്ദേശിച്ച ചട്ടങ്ങളാണ്. ആ ചട്ടങ്ങൾ പാലിക്കാതെ, അതായത് മലയാളം അറിയാത്ത റാമിന് മലയാളത്തിലാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് റാം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വീണ്ടും ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോടതിയിൽ ഉടൻ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കും. നാളെ തന്നെ അത്തരം ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് SP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടികൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നീലിമ. ശരി മിഥുൻ.